ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ മോർണിംഗ് തന്നെ ഒരു ചായ ആയാലോ? ചായ ഇട്ട് തന്നെ തുടങ്ങാം. അങ്ങനെ പാലടുപ്പത്ത് വെച്ചു. നിങ്ങൾ കരുതും ഇത്ര പെട്ടെന്ന് ചായ റെഡിയായോ എന്ന്. അതെ, എൻ്റെ ചായ റെഡിയായി. അതിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ഇട്ട് നല്ല കടുപ്പത്തിലൊരു ചായ ഉണ്ടാക്കി. മറ്റേ അടുപ്പത്ത് ഒരു കുക്കറും വെച്ച് അതിൽ എണ്ണ ഒഴിച്ചിട്ട് സവാള വാട്ടായിട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയ കുഞ്ഞ് സവാളയാണേ. അത് നന്നായി വാട്ടി വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടാം കേട്ടോ. അതായത് കടല ഇട്ടു, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു, പിന്നെ സവാള, തക്കാളി, പച്ചമുളക്, പിന്നെ മസാലയായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എന്നീ കാര്യങ്ങൾ. കുക്കറിലായതുകൊണ്ട് തന്നെ ഇത് തലേ ദിവസം തന്നെ കടല പൊതിരാൻ വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കടല. ഒരു 2-3 വിസിലടിച്ചാൽ തന്നെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ വേഗം മിക്സിയുടെ ജാറിൽ അരിയും തേങ്ങയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടോ. അതിപ്പോൾ ദോശയും ഉണ്ടാക്കാൻ വെച്ചിട്ടാണ്. അതരച്ച് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങയും അരക്കാനിട്ടു കേട്ടോ. മിക്സിയുടെ ജാറിൽ തേങ്ങ മാത്രം, വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. തേങ്ങ മാത്രം ഇട്ടു, അതങ്ങനെ അരച്ചെടുത്തു. അങ്ങനെ കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച ഈ അരവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ചാറ് നന്നായി തിളച്ച് വരട്ടെ കേട്ടോ. തിളച്ച് വന്നിട്ടാകുമ്പോൾ അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ കടലച്ചാറും റെഡിയായി. ഇനി ദോശ ഉണ്ടാക്കണം. അപ്പോൾ ദോശൻ്റെ പരിപാടിയിലേക്ക് വേഗം പോയി. ചട്ടിയൊക്കെ വെച്ചു, ദോശമാവ് അതിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ നിങ്ങൾക്കൊക്കെ ഉഴുന്നിട്ട് ദോശ കഴിക്കാറല്ലേ? പക്ഷേ ഞങ്ങൾ ഈ ദോശ ആയിട്ട് ഉണ്ടാക്കുക. എവിടെയെങ്കിലും പോവാന്ന് കേട്ടാൽ മതി, രണ്ടാളും പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും. എന്നിട്ട് വണ്ടിയിൽ കയറി ഇരുന്നോളും. വേറെ എടുക്കല്ല കേട്ടോ. ഒരു ഇനാഗുറേഷൻ ഉണ്ട്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പ് കണ്ട് അങ്ങനെ ആസ്വദിച്ച് പോവാം. മഴയുള്ള സമയത്താണെങ്കിൽ ആസ്വദിക്കാനൊന്നും പറ്റില്ല. മഴയില്ലാത്ത സമയത്താണെങ്കിൽ നല്ല പച്ചപ്പും കണ്ട് അങ്ങനെ പോവാം. അല്ലെങ്കിലും ഈ നാട് നല്ല പച്ചപ്പ് നിറഞ്ഞതാണ്. നല്ലൊരു പുഴയും നല്ല രസമാണ് ഇവിടെ കാണാൻ. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഇനാഗ്രേഷനുള്ള സ്ഥലം. ആ മേലെ കാണുന്ന അവിടെയാണ് ഇനാഗ്രേഷൻ നടക്കുന്നത്. അതെന്താണെന്ന് ഈ വീഡിയോ ഫുള്ളായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാൾ എവിടേക്കെന്ന് അറിയാതെ നല്ലോണം കയറി പോകുന്നുണ്ട്. ഇപ്പം ഏകദേശം മനസ്സിലായി കാണും അല്ലേ? അതെ, റെഡ് ബെൽറ്റ് കരാട്ട ക്ലാസ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുട്ടികളൊക്കെ കരാട്ട പഠിപ്പിക്കുന്നത് നല്ല കാര്യമാണ്. കളരിയും കരാട്ടയും ഒക്കെ. കാരണം അവരുടെ സേഫ്റ്റി അവരുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ അവർ കരാട്ട പഠിക്കുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.